ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സാഞ്ചസ് മിസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8th കെമിസ്ട്രിയിലെ ബേസിക് കോൺസ്റ്റന്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലുള്ള ഒരു കുഞ്ഞു ടോപ്പിക് ആണ്. പക്ഷേ ഈ കുഞ്ഞു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മിസ്സിന് അറിയാം, അതുകൊണ്ടാണ് മിസ് ഈ ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ആ ഒരു ടഫ്നെസ് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻസിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം, അതായത് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് അഥവാ രാസസമവാക്യത്തെ സമീകരിക്കൽ. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ ഇതാ മക്കളെ, എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ? അതായത് നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെ, ഒരു രാസപ്രവർത്തനം. ഈ രാസപ്രവർത്തനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് അല്ലേ നമുക്ക് ഈ കെമിക്കൽ ഇക്വേഷനിലൂടെ കിട്ടുന്നത്. അതായത് രാസസമവാക്യത്തിലൂടെ, രാസസമവാക്യം എഴുതുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഉണ്ടാവും? ആ റിയാക്ഷനിൽ, ആ കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് സംഭവിച്ചത്, അതായത് ആരൊക്കെ റിയാക്ട് ചെയ്തിട്ടാണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്, അതായത് ഏതാണ് റിയാക്റ്റൻസ് ഏതാണ് പ്രോഡക്ട്സ് എന്ന് മനസ്സിലായി. ഏത് ആറ്റംസ് ആണ് ഈ റിയാക്റ്റൻസിൽ ഉള്ളത് എന്നത് നമുക്ക് മനസ്സിലായി. ഏതൊക്കെ ആറ്റംസ് ആണ് ഈ റിയാക്റ്റൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേപോലെ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ റിയാക്റ്റൻസ് ഒക്കെ ഏത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തത്, ഏത് റേഷ്യോയിലാണ് പ്രോഡക്റ്റ് ഫോം ചെയ്തത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരുന്നത് ആരാണ്? ഈ കെമിക്കൽ ഇക്വേഷൻ ആണ്. ഒരു എക്സാമ്പിൾ കണ്ടോ, കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമേഷൻ. എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്? ഒരു കാർബണും 2 ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടല്ലേ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആരാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്? കാർബണും ഓക്സിജനും ആണ്. അപ്പൊ റിയാക്റ്റൻസ് ആരാ? റിയാക്റ്റൻസ് ആണ് കാർബൺ ആൻഡ് ഓക്സിജൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ആരാണ് ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? കാർബൺ ഡയോക്സൈഡ് അല്ലെ, CO2 ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബണും ഓക്സിജനുമാണ് റിയാക്റ്റൻസ് എന്ന് മനസ്സിലായി, കാർബൺ ഡയോക്സൈഡ് ആണ് പ്രോഡക്റ്റ് എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അടുത്തത്, ഈ കാർബണും ഓക്സിജനും ഏതെങ്കിലും ഒരു അളവിലാണോ ഈ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്തത്? അല്ല. ഇവിടെ നോക്കിയേ, കാർബൺ എത്രയുണ്ട്? കാർബൺ ഒറ്റൊന്നാണ് അല്ലെ, ഒരു കാർബൺ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയേ, ഒരു കാർബൺ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അതായത് റിയാക്റ്റൻ സൈഡിലുള്ള കാർബണിന്റെ ഓക്സിജന്റെ എണ്ണവും പ്രോഡക്റ്റ് സൈഡിലുള്ള കാർബണിന്റെ ഓക്സിജന്റെ എണ്ണവും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു കെമിക്കൽ റിയാക്ഷനിൽ, ഒരു രാസസമവാക്യത്തിലുള്ള ആറ്റത്തിന്റെ എണ്ണം, റിയാക്റ്റൻ സൈഡിലുള്ള സിമിലർ ആറ്റത്തിന്റെ എണ്ണവും പ്രോഡക്റ്റ് സൈഡിലുള്ള, അതായത് ഇവിടെ കാർബൺ 1 ആണെങ്കിൽ ഈ സൈഡിലും കാർബൺ 1 ആയിരിക്കണം. ഈ ആരോ നോക്കിയേ, ഈ ആരോന്റെ 2 സൈഡിലുള്ള സിമിലർ ആറ്റത്തിന്റെ എണ്ണം സെയിം ആയിരിക്കണം എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? റിയാക്റ്റൻ സൈഡിലുള്ള എലമെന്റ്സ്, ആറ്റത്തിന്റെ എണ്ണം സെയിം ആയിരിക്കണം, പ്രോഡക്റ്റ് സൈഡിലുള്ള ആറ്റത്തിന്റെ എണ്ണവും സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള എല്ലാ ആറ്റത്തിന്റെ എണ്ണവും സെയിം ആയിട്ടുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം, അതായത് സമീകൃത സമവാക്യം എന്ന് പറയും. ഓക്കെ. അപ്പൊ നമുക്കിങ്ങനെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള, സമീകരിക്കാത്ത രാസസമവാക്യങ്ങൾ തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമീകരിക്കണം. ഓക്കെ. എങ്ങനെയാണ് ഒരു ഇക്വേഷന്, കെമിക്കൽ ഇക്വേഷന് നമ്മൾ ബാലൻസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അതിനെ സമീകരിക്കുക എന്ന് നോക്കാം. അപ്പോ ഒരു എക്സാമ്പിൾ ഇതാ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് N2 + 3H2 gives NH3. ഇവിടെ ഈ റിയാക്ഷനിൽ നമുക്ക് ഇതിനെ എടുത്തെഴുതാം. N2 + 3H2 gives NH3. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റൻ സൈഡിലും ആരൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. പ്രോഡക്റ്റ് സൈഡിൽ ആരാണുള്ളത്? നൈട്രജൻ ആണ്. റിയാക്റ്റൻ സൈഡിൽ ആരാണുള്ളത്? നൈട്രജൻ ആണ്. അതേപോലെ ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഇനി പ്രോഡക്റ്റ് സൈഡിലും നൈട്രജൻ ഉണ്ട്, റിയാക്റ്റൻസ് പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജനും കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര നൈട്രജൻ ആണ് റിയാക്റ്റൻ സൈഡിലുള്ളത്? എത്രയാണടാ? 2 നൈട്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? എത്ര ഹൈഡ്രജനാ? നമുക്കറിയാം ഇവിടെയുള്ള 3H2ലെ 3 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഈ Hന്റെ താഴെയുള്ള 2 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പൊ 3H2 എന്ന മോളിക്യൂളിൽ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ആറ്റംസ് ഉണ്ട്? നമുക്കറിയാം 3 × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടി. അപ്പൊ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നത്? 6 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ പ്രോഡക്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. എത്ര നൈട്രജൻ ഉണ്ട്?
എത്ര നൈട്രജൻ ആണ്? ഒരു നൈട്രജൻ ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? എത്ര ഹൈഡ്രജൻ ആണ്? ഇവിടെ എത്ര ഹൈഡ്രജൻ നിങ്ങൾക്ക് കാണാം? 3 ഹൈഡ്രജൻ അല്ലേ? അപ്പൊ എത്ര ഹൈഡ്രജൻ ആണ്? 3 ഹൈഡ്രജൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ? ഈ സൈഡിൽ 2 നൈട്രജൻ ഉണ്ട്, അടുത്ത സൈഡിൽ എത്ര നൈട്രജനാ? ഒരു നൈട്രജനേ ഉള്ളൂ. ഒരു സൈഡിൽ 6 ഹൈഡ്രജൻ ഉണ്ട്, അടുത്ത സൈഡിൽ എത്ര ഹൈഡ്രജനാ ഉള്ളത്? 3 ഹൈഡ്രജനേ ഉള്ളൂ. അതായത് നേർ പകുതിയായിട്ടാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതിയടാ? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് എന്തോ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടും. അപ്പൊ നമ്മൾ ഈ ചേഞ്ച് വരുത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് ആറ്റംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തൊന്നും ഒരു ചേഞ്ചും നമ്മൾ വരുത്താൻ പാടില്ല. മക്കളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ നമ്പർ ഓഫ് ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല. അപ്പൊ നമുക്ക് എവിടെ ചേഞ്ച് വരുത്താൻ പറ്റും? നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ഈ 2NH3 ഇവിടെ ഒരു 2 കൊടുത്താൽ, ഈ NH3 അടുത്ത് ഇവിടെ ഒരു 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എന്താണ് മാറ്റം ഉണ്ടായത്? 2 നൈട്രജൻ ആയിട്ട് മാറി അല്ലേ? 2 നൈട്രജൻ ആയിട്ട് മാറി. ഈ 2 × 3 2 × 3 എത്ര ഹൈഡ്രജൻ ആയി? 6 ഹൈഡ്രജൻ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കിട്ടിയടാ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടി. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുക. അപ്പൊ കൂടുതൽ എക്സാമ്പിൾ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്തായിട്ട് മാറുകയാണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറുകയാണ്. ഇവിടെ എത്ര മെഗ്നീഷ്യം ഉണ്ട്? ഇവിടെ എത്ര മെഗ്നീഷ്യം ആണുള്ളത്? ഒരു മെഗ്നീഷ്യം. നമ്മൾ ആദ്യം റിയാക്ടന്റ് സൈഡിൽ ഒരു മെഗ്നീഷ്യം ഉണ്ടെന്ന് കണ്ടു. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടു. ഇനി പ്രോഡക്റ്റ് സൈഡിൽ എത്ര മെഗ്നീഷ്യം ഉണ്ട്? ഒരു മെഗ്നീഷ്യം മാത്രമേ ഉള്ളൂ. എത്ര ഓക്സിജൻ ആണുള്ളത്? ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്സിജന്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടല്ലോ. റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ആയിട്ട് എണ്ണത്തിന് മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ ആ ഓക്സിജൻ എന്താക്കി മാറ്റണം? നമുക്ക് 2 ആക്കി മാറ്റാൻ പറ്റും. 2 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 കൊടുത്താൽ പോരെ? അപ്പൊ എന്തായി? 2 ഓക്സിജനായി. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ മെഗ്നീഷ്യത്തിന്റെ എണ്ണവും മാറി. അതായത് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി അല്ലെ? മെഗ്നീഷ്യവും 2 ആയി, അതേപോലെ ഓക്സിജനും 2 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എവിടെ മാറ്റം സംഭവിച്ചു? മെഗ്നീഷ്യത്തിൽ മാറ്റം സംഭവിച്ചു. ഇനി മെഗ്നീഷ്യത്തിനെ മാറ്റണ്ടേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെയാണോ 2 കൊടുക്കേണ്ടത്? അല്ല, അത് തെറ്റാണ്. ഒരിക്കലും ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്താൻ പാടില്ല. എവിടെയാണ് നമുക്ക് 2 കൊടുക്കാൻ പറ്റുക? ഇവിടെ ഒരു 2 കൊടുത്താൽ എന്തായിട്ട് മാറി? മെഗ്നീഷ്യവും 2 ആയിട്ട് മാറി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടി. അടുത്ത ഇതടാ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. മിസ്സിന്റെ കൂടെ ചെയ്ത് നോക്കിയേ. Zn plus HCl gives ZnCl2 plus H2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാം എത്ര സിങ്ക് ഉണ്ട്? ഒരു സിങ്ക് ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജൻ ആണുള്ളത്. എത്ര ക്ലോറിൻ ഉണ്ട്? ഒരു ക്ലോറിൻ ആണുള്ളത്. ഈ സൈഡിൽ നോക്കിയേ, പ്രോഡക്റ്റ് സൈഡിൽ എത്ര സിങ്ക്? 1. എത്ര ക്ലോറിൻ? 2 ക്ലോറിൻ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? 2 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റിയാക്ടന്റ് സൈഡിലുള്ള ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും എണ്ണം മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ ഒരു 2 കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഹൈഡ്രജനും 2 ആയിട്ട് മാറി, ക്ലോറിനും 2 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടി. ബാലൻസ്ഡ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? സിങ്ക് ഇവിടെ 1 ആണ്, പ്രോഡക്റ്റ് സൈഡിലും 1 ആണ്. ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 2 ആണ്, പ്രോഡക്റ്റ് സൈഡിൽ 2 ആണ്. ക്ലോറിൻ റിയാക്ടന്റ് സൈഡിൽ 2 ആണ്, പ്രോഡക്റ്റ് സൈഡിൽ 2 ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ബാലൻസ് ചെയ്തു. ലാസ്റ്റ് എക്സാമ്പിൾ കണ്ടോ? സിമ്പിൾ ആണല്ലോ. എന്താണ് ഈ എക്സാമ്പിൾ? അയേൺ Fe-യും HCl കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? FeCl2 plus H2 ഫോം ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അയൺ ഉണ്ട്. എത്രയാണ്? 1 ആണ്. ഹൈഡ്രജൻ ഉണ്ട്. എത്രയാണടാ? 1 അല്ലേ? ഒരു ഹൈഡ്രജൻ അല്ലേ? എത്ര ക്ലോറിൻ ഉണ്ട്? ഒരു ക്ലോറിൻ ഉണ്ട്. ഇനി നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ നോക്കാം. എത്ര അയൺ ഉണ്ട്? ഒരു അയൺ ആണ് ഉള്ളത്. എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ആണുള്ളത്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ? അല്ല, ബാലൻസ്ഡ് അല്ല അല്ലേ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ക്ലോറിനും ഹൈഡ്രജനും 1 ആണുള്ളത് അല്ലെ? ഓരോ ഹൈഡ്രജനും ഓരോ ക്ലോറിനാണുള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ എത്രയാണുള്ളത്? ക്ലോറിൻ 2 എണ്ണവും ഹൈഡ്രജൻ 2 എണ്ണമാണ്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? എവിടെയാണോ കുറവ് അവിടെ ശ്രദ്ധിച്ചേ. എവിടെയാ കുറവ്? ഇവിടെ അല്ലേടാ കുറവ്. അപ്പൊ നമുക്ക് ഇവിടെയല്ലേ ചേഞ്ച് വരുത്തേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഒരു 2 കൊടുത്താൽ മതി. ഒരു 2 കൊടുത്താൽ എന്തായിട്ട് മാറി? ഹൈഡ്രജൻ 2 ആയിട്ട് മാറി, ക്ലോറിൻ 2 ആയിട്ട് മാറി. ഇങ്ങനെയാണടാ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിലുള്ള ഓരോ ആറ്റവും എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോ മക്കൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് കാണാം. ഓക്കെ, ബൈ.